ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നിതാ നമ്മൾ പോകുന്നത്, ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പോയി, 24-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നെസ്റ്റോലാണ് പോകുന്നത്. അപ്പോൾ ഇക്കാക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാനിപ്പോൾ ഇവിടെ ഇക്കാൻ്റെ അടുത്ത് ഉണ്ടല്ലോ റാസൽ ഖൈമയിൽ, അപ്പോൾ ഒന്ന് ഇവിടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ബുജൈർ ഫൗമീനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് അങ്ങനെ നമുക്കൊന്ന് റെഡി ആക്കണമെന്ന്. അങ്ങനെ അവൾ ബുജൈറിനോട് പറഞ്ഞായിക്കോട്ടെ, നമ്മൾക്ക് അസ്താത്ത കുഴപ്പമില്ല സെറ്റാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബുജൈറും ഫൗമിയും സിർബേബിയും ഞാനും കൂടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ റാസൽ ഖൈമയിൽ നെസ്റ്റോലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വാച്ചിൻ്റെ സെക്ഷനിൽ പോയിട്ട് വാച്ചെല്ലാം നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് വാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു വാച്ചിൻ്റെ, കപ്പിൾസ് വാച്ചും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നല്ല കളക്ഷൻ ആയിരുന്നു. എല്ലാതും നല്ല ഏതെടുക്കണം എന്നായി പോയി. പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ നോക്കി, പിന്നെ വീണ്ടും വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാതും ഒന്ന് പോയി നോക്കി. പിന്നെ ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായി. അപ്പം എന്നാൽ പിന്നെ ഞാൻ അത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് തന്നെ പിന്നെ എടുത്തിട്ടാണ് ഫസ്റ്റ് കണ്ടത് തന്നെയാണ് എടുത്തത്. അങ്ങനെ പിന്നെ അതിന് ഓഫറും ഉണ്ടായിരുന്നു, ഓഫർ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അത് ഈ ഒരു ബോക്സിൽ എന്ത് നമ്മൾക്കങ്ങനെ തുറന്ന് നോക്കാനൊന്നും കഴിയില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇതങ്ങനെ നമ്മൾക്ക് ബോക്സ് നമ്മൾക്ക് തുറന്ന് നോക്കാൻ കഴിയില്ല, അവർ തന്നെ നമ്മൾക്ക് എടുത്ത് തരണം. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു വാച്ച് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഇതാ സിർബേബി ഇവിടെ ട്രോളിയൊക്കെ ഒന്തി അങ്ങനെ നടക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വാച്ചൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയിരുന്നു. പിന്നെ എന്തായാലും അവിടുന്ന് ഒരു വാച്ചൊക്കെ എടുത്ത് നമ്മൾ ബുജൈറിനോട് ഞാൻ ഈ ഒന്ന് കയ്യിൽ കെട്ട് എന്നിട്ട് നമുക്ക് നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അവന് കയ്യിലൊക്കെ കെട്ടി അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഈ ഒരു വാച്ചാണ് പിന്നെ എടുത്തത്. ആ വാച്ച് തന്നെ പിന്നെ അവരങ്ങനെ പാക്കൊക്കെ ആക്കി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനുള്ള എല്ലാം അങ്ങനെ നല്ലപോലെ പാക്കൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാച്ച് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇക്കാക്ക് ഷോപ്പിലേക്ക് അങ്ങനെ കെട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഷോപ്പിലേക്ക് കെട്ടണല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാച്ച് മതി എന്നുള്ളതിലാണ് ഞാൻ ഇങ്ങനെ ഒരു വാച്ച് തന്നെയാണ് എടുത്തത്. സ്റ്റെപ്പിൻ്റെ വാച്ച് തന്നെ മതിയെന്ന് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ, അത് തന്നെ ഞാൻ എടുക്കുള്ളൂ എന്ന്. പിന്നെ ചെയിനിൻ്റെ നല്ല നല്ല വാച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു, കപ്പിൾസ് വാച്ചൊക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാം കുറേ വാച്ചുണ്ട്, എല്ലാതും കണ്ടപ്പോൾ നമ്മൾക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി. പിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു വാച്ച് അതങ്ങനെ ഇഷ്ടത് ഇങ്ങനെ നല്ല റേറ്റുള്ളൊരു വാച്ചാണ്. പക്ഷേ നമ്മൾക്ക് ഓഫറിന് അങ്ങനെ കിട്ടിയപ്പോൾ നല്ല കമ്പനി അഡിഡാസിൻ്റെ കമ്പനി വാച്ച് തന്നെയായിരുന്നേ, അടിപൊളി വാച്ചാണ്. പിന്നെ നമ്മളിതാ നെസ്റ്റോന്ന് ഒരു ടീഷർട്ടും കൂടി നോക്കാം, ഇക്കാക്ക് കൊടുക്കാനൊരു ടീഷർട്ടും കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഒരു ടീഷർട്ട് നോക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ടീഷർട്ടൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ടീഷർട്ടും അവിടുന്ന് എടുത്ത് പിന്നെ നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങി. പിന്നെ അവിടെ പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ ഇതിനൊക്കെ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നെസ്റ്റോയിൽ നല്ല സെലക്ഷനും ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഗ്ലാസ് ഉണ്ട്, ഇതൊക്കെ എല്ലാതൊന്ന് ഇപ്പോൾ പോയാലും ഇതൊക്കെ ഒന്ന് എല്ലാതൊന്ന് ഇട്ട് നോക്കും ഏതാണ് ഭംഗി എന്നുള്ളത് നോക്കിയിട്ട്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ വേറൊരു ദിവസം നമ്മളിവിടെ ഡേ ടു ഡേയിൽ പോയതാണ്. അപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, ഞങ്ങളെ 3 പേരും വെച്ച് ഞാനും ഒക്കെ ദിൽമോനും വെച്ചിട്ട് അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഫ്രെയിമൊക്കെ വാങ്ങി ഫോട്ടോ വെച്ചിട്ട് ഫ്രെയിം ആക്കാൻ. അപ്പോൾ ഫ്രെയിം വാങ്ങി പിന്നെ ഇവിടെ നിന്ന് ബലൂണും അങ്ങനെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്. ഇതിൽ നിന്നൊരു മാല എടുത്ത് പിന്നെ ബലൂണ് വാങ്ങി, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡേ ടു ഡേ എന്നാണ് വാങ്ങിയത്. ഇത് വേറൊരു ദിവസമാണ്. ഇത് നസീം, റിസമോളും ബാപ്പും ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇതിന് പോയത്. പിന്നെ ഇതിൽ നിന്ന് ഒരു ബോക്സും വാങ്ങി, ഗിഫ്റ്റ് എല്ലാം കൂടി ഇതുപോലെ ഒരു ബോക്സിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്നൊരു ബോക്സും എടുത്ത്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ നല്ല നല്ലതായിരുന്നു, എല്ലാം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒന്നങ്ങനെ എടുത്ത് ഇക്ക ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ സർപ്രൈസ് കേക്കും ഇതുപോലെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളല്ല, അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ഇത് മതി, ഇനിയിപ്പം ആനിവേഴ്സറിക്കൊന്നും വേണ്ടട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേക്ക് ഇതൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളിത് ഈ ഒരു സ്റ്റുഡിയോയിലാണ് കേട്ടോ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫ്രെയിം. അങ്ങനെ ഫ്രെയിമായിട്ട് നമ്മൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ പോയി അവരങ്ങനെ ഫോട്ടോ ഒക്കെ ഫ്രെയിമിലാക്കി തന്ന്. ഇത് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോ, നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ. അപ്പോൾ ഞാനും നസീം റിസമോളും കൂടി തന്നെയാണ് ഇതിനും പോയത്.
അപ്പോൾ അവർ കൂടെ ഉള്ള കാരണം എല്ലാതും നല്ല ശരിക്കും ഒരു സർപ്രൈസൊക്കെ ഒരുക്കാൻ കഴിഞ്ഞപ്പോൾ ആ ഫ്രെയിമൊക്കെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ് അടിപൊളിയാണ്. ഞാനും ഒക്കെ ദിൽമോൻ ഞങ്ങൾ 3 പേരും കൂടി ഉള്ളൊരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ ഫ്രെയിമും വാങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണേ. തലേ ദിവസം രാത്രിയാണ് നമ്മളിത് സ്റ്റുഡിയോയിൽ ഫോട്ടോ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ അവർ നിങ്ങൾ നാളെ വായോ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് യാസ്മിൻ സ്റ്റുഡിയോ ഇതാണ് കേട്ടോ. ഈ ഒരു സ്റ്റുഡിയോയിലാണ് നമ്മൾ പോയത്. പിന്നെ ഇതാ വെഡിങ് ആനിവേഴ്സറിൻ്റെ ദിവസമായി. അപ്പോൾ ബാപ്പു നെസ്സിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചത് വാച്ചും ടീഷർട്ടും അവിടെ ഫൗമിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഞാൻ ബുജേറിനോട് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കേക്കും കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നെസിൻ്റെ അടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇക്കാക്ക് ഡൗട്ട് കുടുങ്ങൂല കേട്ടോ. ഞങ്ങൾ ഇവിടെ എല്ലാവരും നെസ്സി പോകുമ്പോഴും അതുപോലെ ഫൗമി പോകുമ്പോഴും ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോകുന്നതാണല്ലോ. അപ്പോൾ ഇതൊന്നും സെറ്റാക്കിയതൊന്നും ഇക്ക അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ സർപ്രൈസ് കിട്ടുമ്പോൾ അത്ര വല്ലാണ്ട് ഒരു ഞെട്ടൽ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അതെന്ത് സർപ്രൈസ് ആണെങ്കിലും നമ്മൾക്കുണ്ട് ഒരു വാവ് സർപ്രൈസ് അങ്ങനെ ഒരു ഞെട്ടലും കാര്യങ്ങളും അത്ര ഉണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഞെട്ടൊന്നും ഇല്ല കേട്ടോ എന്താണെങ്കിലും. അങ്ങനെ ഇപ്പോൾ ഇവിടെ നെസ്സിയും ബാപ്പും ഒക്കെ ഇവിടെ ഇങ്ങനെ എല്ലാം അതും റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേനും ബുജേർ കേക്കായിട്ട് വന്ന് അങ്ങനെയൊക്കെ ബുജേർ വന്നിട്ട് പറയണ്ടായിരുന്നു ഉബൈദൊക്കെ വന്നിട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബുജേറിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇക്കയും വന്നു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങളിവിടെ ആദ്യം തന്നെ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഇക്ക വന്നിട്ടുണ്ട്. ഹാപ്പി ആനിവേഴ്സറി. പരിപാടിയിലെ ഗിഫ്റ്റ് എടുത്തോളും. ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത പരിപാടി സർപ്രൈസ്. അങ്ങനെ ബുജൈറിന് ഫൗമിന് ഇക്ക അവിടുന്ന് ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു. ഇക്ക പറഞ്ഞു ഇവർ രണ്ടാളും അവിടെ നിന്ന് മാറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കേക്കും ബാക്കിയുള്ള ഗിഫ്റ്റൊക്കെ അവരുടെ അടുത്തായിരുന്നു. അതുകൊണ്ട് വരികയാണ്. ബുജൈർ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അപ്പോഴത്തേക്കിനും അംസ ബുജൈറിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്ര ഇവിടെ ഷോപ്പ് അടച്ചിക്കണ് ഉബൈദൊക്കെ ഇപ്പോൾ റൂമിലെത്തി വിട്ടാന്ന്. അങ്ങനെ ഇക്ക വരുമ്പോഴത്തേനും അവർ എത്തി. ഞങ്ങൾ കേക്കും എല്ലാതും വേഗം ബോക്സിൽ എല്ലാതും സെറ്റാക്കി വെച്ച് അങ്ങനെ ഒരു ഇത് ഇങ്ങനെ എന്തായാലും ശരിക്കും ഇക്കാക്ക് സർപ്രൈസ് ആയിട്ടുണ്ടായിട്ടെ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ റെഡി ആക്കുന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ അത് ടീഷർട്ടാണ് ആദ്യം കൊടുത്തത്. ഈ ഒരു ബോക്സിലായിരുന്നു നമ്മൾ നേരത്തെ ആക്കിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ ടീഷർട്ട് ഇതൊക്കെ എടുത്തപ്പോൾ ഇത് വാച്ച് നമ്മൾ വാങ്ങിയ ആ ഒരു വാച്ചാണിത്. അപ്പോൾ അത് ഇക്കാക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു വാച്ച്. അപ്പോൾ ഇക്കാൻ്റെ വാച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പെയിൻ്റൊക്കെ ഒരു പോയ പോലെ ഉണ്ടായിരുന്നു ഷോപ്പിലേക്ക് കിട്ടുന്ന വാച്ച്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വാച്ച് വാങ്ങണം എന്നൊക്കെ. എന്തായാലും നമ്മളെ സ്വന്തം കാശ് കൊണ്ട് നമ്മളെ ഹസ്ബൻഡിനും നമ്മളെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കും നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. എന്തായാലും എനിക്കിപ്പോൾ യൂട്യൂബിൽ വന്നത് കാരണമാണ് എനിക്കിത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാച്ചും ഒരു ടീഷർട്ടും വാങ്ങിയത്. കേക്കും ഇത് 3ഉം എൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങിയിട്ട്. ഡെക്കറേഷൻ്റെതൊക്കെ പിന്നെ ഞാൻ ഇക്കാൻ്റെ അടുത്ത് നിന്ന് വാങ്ങി നെസിക്ക് അങ്ങനെ ക്യാഷ് കൊടുക്കുകയും ചെയ്ത്. കേക്കും വാച്ചും ടീഷർട്ടും എൻ്റെ ക്യാഷ് കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കത് വാങ്ങാനും അത് കൊടുക്കാനും കഴിഞ്ഞത്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ടും തുടർന്നും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഫ്രെയിമൊക്കെ നോക്കുകയാണ്. ഫ്രെയിമൊക്കെ ഇക്കാക്ക് നല്ല ഇഷ്ടമായി നമ്മൾ 3 പേരും കൂടി ഉള്ളത്. അപ്പോൾ ഡെക്കറേഷൻ ഇപ്പോൾ അതൊക്കെയാണ് നമ്മളവിടെ ചെയ്തത്. ബലൂണ് വെച്ച് പിന്നെ ഹാപ്പി ആനിവേഴ്സറിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാലയും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് കേക്ക് കട്ടിങ്ങിന് പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ജാഫർ ഉണ്ടായിരുന്നു, ഹംസ പിന്നെ അപ്പോഴത്തേന് ഷോപ്പിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ബാപ്പു നസിയും ബുജൈറും അങ്ങനെ നമ്മൾ 8 പേര് ഉണ്ടായിരുന്നു. 6 പേര്. നവാസും ഷംസിയും ഇല്ല, അവർ റൂമിലായിരുന്നു. അവർ കുറച്ച് ദൂരെയാണ് അവരെ റൂം, അപ്പോൾ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ജാഫറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജാഫറിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉബൈദക്കത് അറിയണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവരെല്ലാവരും വരും, ഉബൈദക്ക് മാത്രം അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് അവർ വാച്ചൊക്കെ നോക്കണം. എല്ലാവർക്കും വാച്ചൊക്കെ നല്ല ഇഷ്ടമായി. ഈ ഒരു സർപ്രൈസ് ഒരുക്കാൻ ആദ്യം മുതലേ എൻ്റെ കൂടെ നിന്നത് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഫൗമിനോടായിരുന്നു. ഇങ്ങനെ നമ്മൾക്ക് ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ നെസ്സിനോട് പറഞ്ഞിട്ടുണ്ടായി. നെസ്സി ഇങ്ങനെ, അപ്പോൾ നെസ്സി പറഞ്ഞു ആയിക്കോട്ടെ താത്ത നമ്മൾക്ക് വാങ്ങുന്ന വാച്ച്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളിവിടെ ഗൾഫിലാണ് പോയത്, റസൽ ഗെയിമിൽ. അപ്പോൾ ഗൾഫിൽ പോയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവൾ പറയുന്ന ബുജൈറിനോട് താത്ത പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ ബുജൈറിനോട് പറഞ്ഞു, ഫൗമിനോട് പറഞ്ഞു. അപ്പോൾ ഫൗമി ബുജൈറിനോട് പറഞ്ഞു. അപ്പോൾ നെസ്സി, ബാപ്പു, ഫൗമി, ബുജൈർ ഇവരോടാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത്. ഇപ്പോൾ അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. സെറുബേബിയും ഉണ്ട്, റിസമോളുണ്ട്. സെറുബേബി പിന്നെ കേക്ക് കൊടുത്താൽ തീരെ കഴിക്കില്ല. അന്ന് എൻ്റെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കേക്ക് കൊടുത്തപ്പോൾ അവന് കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത്തവണ അവൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിട്ട ഈ ഒരു ഡ്രസ്സ് എനിക്ക് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന് തന്നതായിരുന്നു. വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇനിയിപ്പോൾ അന്നൊന്നും വേണ്ട പരിപാടി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണല്ലോ. അപ്പോൾ അത് നമ്മളെ വീട്ടിലാണ്. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ റൂമിലായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് മതി. ഇനി അതിലിടയ്ക്ക് ഇനി ഒരു ഇത് വേണ്ട എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ഡ്രസ്സ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഇനി അന്ന് ഈ ഇട്ടോന്ന് പറഞ്ഞിട്ട്, വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ടോന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഞാനിവിടെ ഈ ഒരു സർപ്രൈസ് ഒരുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്ക് തരാം. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.